പ്രവാസികൾ കൂടുതലുള്ള ജില്ല. ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ ദേശസാൽകൃത ബാങ്കുകൾക്ക് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളതും പത്തനംതിട്ടയിലാണ്. നിക്ഷേപത്തിന് ആളുകളുടെ പക്കൽ പണമുണ്ട് എന്നത് തന്നെയാണ് കൂണുപോലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ മുളച്ചുപൊങ്ങുന്നതിന്റെ കാരണം. നിക്ഷേപങ്ങൾക്ക് ദേശസാൽകൃത ബാങ്കുകളിൽ കിട്ടുന്ന പരമാവധി പലിശ 7.1%. എന്നാൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ 10 മുതൽ 14% വരെ വാഗ്ദാനം ചെയ്യും. സുരക്ഷിത നിക്ഷേപത്തേക്കാൾ പ്രധാനം ഉയർന്ന പലിശ എന്നതിൽ മനസ്സുടക്കുന്നവർ ആ വഴിക്ക് പോകും. ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങിയും ചിലർ ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപത്തിന് തയ്യാറാകും. ഈ സ്ഥാപനങ്ങളൊന്നും നിക്ഷേപം നടത്താൻ RBI അനുവാദം കൊടുത്തിട്ടില്ലല്ലോ. അവിടെ ആകെപ്പാടെ ബോണ്ടാണ് അവർ വാങ്ങിക്കുന്നത്. ആ ബോണ്ടിനകത്ത് പറയുന്നുണ്ട് ഈ ഫണ്ട് വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നും അതിൽ നിന്ന് ലാഭം കിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്നതിനകത്തുണ്ട്. ആ വാക്കല്ലേ ഇവർ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്കൊരു സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും RBIയുടെ കൺട്രോളിലല്ല. അതുകൂടെ ഉണ്ടാകേണ്ടിയിരിക്കും. ക്രമത്തിലധികം വരുമാനമുള്ളവരാണ് മറ്റൊരു വിഭാഗം. പണം നഷ്ടപ്പെട്ടാൽ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതിൽ നിന്നുപോലും ഇത്തരക്കാരിൽ ചിലർ അകന്നു നിൽക്കുകയും ചെയ്യും. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വരുമാന നികുതി പരിധിയിൽ വരില്ല എന്ന തെറ്റായ ധാരണ വെച്ചും നിക്ഷേപത്തിന് തയ്യാറാകുന്നവരുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.